പ്രൈസ് ലോർഡ്. കേൾക്കുന്നുണ്ടല്ലോ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞാൻ വീഡിയോ ഓൺ ചെയ്യാതെ അങ്ങ് പറയാമെന്ന് ചിന്തിച്ചത്. അപ്പൊ നോക്കിയപ്പോ എല്ലാവരും വീഡിയോ ഓണാ. കർത്താവിന്റെ നാമത്തിന് വന്ദനം ചെയ്യുന്നു. അങ്ങനെ രാജമാമയെ കാണുവാനിടയായി. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രയറിലുണ്ട്, അതിനകത്ത് അല്പം നമ്മുടെ സാക്ഷ്യവും അതിനുമായിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അതിന് പ്രകാരം ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും മീറ്റിങ്ങുകളും ഒക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കർത്താവിന്റെ വരവിന്റെ ലാസ്റ്റ് ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇനി അധികം സമയങ്ങൾ മുൻപിലില്ല, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുക. അപ്പം എന്ത് പ്രതിസന്ധി വന്നാലും ഏതെല്ലാം കാര്യങ്ങൾ കൂടെ കടന്നു പോയാലും ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകളും മീറ്റിങ്ങുകളും ആരാധനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ രാത്രി എനിക്കും ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് മോനി എന്നാണ്, മോനി ഫിലിപ്പ്. എൻ്റെ 32ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാനും അതിനുശേഷം സ്നാനപ്പെടുവാനും 3.5 വർഷം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിപ്പാനും അല്പമായി കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണമായിട്ടല്ല, എന്നാൽ ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കർത്താവിൻ്റെ വേല ചെയ്യുവാനും ജയിലുകളിലൊക്കെ കടന്നുപോയി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കി. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ മീറ്റിങ്ങിൽ എന്നെ ക്ഷണിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്കൊരു ചെറിയ ആയുസ് തന്നിരിക്കുമ്പോൾ ഈ ആയുസിൽ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവശബ്ദം കേട്ട് ആമേൻ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ സമയം പരിശുദ്ധ പിതാവെ അടിയനെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ പ്രാണപ്രിയനെ ഉയർത്തുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നവരാണ്. ഞങ്ങളെ വിടിവിച്ച വിടുതലുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ലൈലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും സ്തോത്രം. കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കേൾക്കുന്ന എനിക്കും ശുശ്രൂഷിക്കുന്ന എനിക്കും കേൾക്കുന്ന നിന്റെ ജനത്തിനും ഒരുപോലെ അങ്ങയുടെ വചനം അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ഏൽപ്പിക്കുന്നു. നിങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ ഒരു യാക്കോബായ വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. ഇവിടെ പല യാക്കോബക്കാരും ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം, യാക്കോബായിൽ വിശ്വാസത്തിൽ വന്നവരെ. അപ്പം നമുക്ക് വചനത്തെ കുറിച്ചുള്ള വലിയ അറിവൊന്നുമില്ല. പിന്നെ കുറച്ച് എഴുതി വെച്ച കാര്യങ്ങള്, പിന്നെ നമ്മുടെ പള്ളി അച്ഛന്മാരുടെ ശുശ്രൂഷകള്, അതുപോലെ തന്നെ പരിമള തിരുമേനി, മാഹിയും പള്ളിയിലെ മാതാവ്, ഒത്തിരി ദൈവങ്ങള്. സത്യത്തിൽ സത്യദൈവം ഏതാണെന്ന് അറിയാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. യേശു ക്രിസ്തുവിനെയും ആ കൂട്ടത്തിൽ അറിയാം എന്നേ ഉള്ളൂ. പക്ഷെ യേശു കർത്താവ് എൻ്റെ രക്ഷകനാണെന്നോ, യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ എൻ്റെ 32ാമത്തെ വയസ്സിൽ ഞാനൊരു ദൈവശബ്ദം കേൾക്കുവാനിടയായി. ആ ദൈവശബ്ദമാണ് എന്നെ ദൈവകൃപയിലോട്ട് കടത്തിക്കൊണ്ടുവന്നത്. ഞാൻ കേരളത്തിൽ വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, പുത്തൻപീടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കുടുംബം. വടശ്ശേരിക്കര കുറെ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് അവിടെ സ്ഥലം വാങ്ങിച്ചവിടെ താമസിക്കുവാനിടയായി. ഞങ്ങൾ 5 മക്കളാണ്. എനിക്ക് 4 ആങ്ങളമാർ, സഹോദരങ്ങള്, എൻ്റെ മാതാവ്, പിതാവ്, ഞാനൊരു മകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ മാതാവ് 2016 ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എൻ്റെ പിതാവിന് 93 വയസ്സുണ്ട്. ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. ഞാൻ ഒരിക്കലും സത്യത്തിൽ ഒരു പെന്തക്കോസ്തുകാരത്തി ആയി തീരണം എന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം എനിക്ക് ഈ ആഭരണത്തോട് ഭയങ്കര ഭ്രമമുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ കൊച്ചിലെ മുതൽ ആഭരണമൊക്കെ വാങ്ങിച്ചിടുക, കമ്മല്, മാല്, ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ നമുക്ക് അറിയത്തില്ല, സത്യം അറിയത്തില്ല. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. സ്കൂളിൽ പഠിക്കാൻ പോകും, അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കാൻ പോയി. കുറച്ച് നാളെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചു. അതിനുശേഷം ബോംബെയിൽ കുറച്ച് നാളെ ജോലി ചെയ്യുവാനിടയായി. അപ്പം വലിയ പ്രയാസങ്ങളോ ഭാരങ്ങളോ അന്നത്തെ കാലത്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ ഉണ്ട്, അല്ലാതെ വീടിനകത്തൊരു സമാധാനക്കേടോ അങ്ങനൊന്നും ഇല്ല. എൻ്റെ മാതാപിതാക്കൾ വളരെ ദൈവഭക്തരായ മനുഷ്യർ, അവരും രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല. പക്ഷെങ്കിൽ ആ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ യാക്കോബയുടെ വിശ്വാസത്തിൽ മതഭക്തരായിരുന്നു അവര്. അപ്പൊ ഞങ്ങളോട് ഓരോ കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞു തരും. പാപം ചെയ്യാതിരിക്കണം, പിന്നെ മോഷ്ടിക്കരുത്, 10 കൽപ്പനയൊക്കെ പറഞ്ഞു തരും. ഈ റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിന്റെ 22ാമത്തെ വാക്യം വായിക്കുമ്പം, എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു.
അപ്പൊ നമ്മുടെ അവയവങ്ങളിലൊക്കെ പോരാടുന്ന വേറൊരു പ്രമാണമുണ്ട്. അതൊന്നും അറിയത്തില്ലായിരുന്നു അന്നത്തെ കാലത്ത്. ബുദ്ധിയോട് പോരാടുന്നുണ്ട്, ശരീരത്തോട് പോരാടുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അറിയാത്തൊരു കാലം. ഒരു കള്ളം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഒന്ന് എന്തെങ്കിലും ഒന്ന് മോഷ്ടിച്ച കുഴപ്പമില്ല. കാരണം 10 കൽപ്പനയൊന്നും ലംഘിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ജീവിച്ചൊരു കാലഘട്ടം. ദേവന് ദേവി, ഹിന്ദുക്കൾ വിളിച്ചാൽ അങ്ങോട്ട് പോകും, മുസ്ലിങ്ങൾ വിളിച്ചാൽ അങ്ങോട്ട് പോകും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ യേശു കർത്താവും ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച സമയത്ത് എന്നാൽ എനിക്ക് പ്രാർത്ഥിക്കാനും ദൈവത്തെ അന്വേഷിക്കാനും ഒക്കെ ഒരു ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. എൻ്റെ വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് ദൈവം 2 പെൺകുഞ്ഞുങ്ങളെ ദാനമായി തന്നു. ഞങ്ങളുടെ ഇളയ മകൾ 9 മാസം പ്രായമുള്ളപ്പോൾ ഒരാളൊരു ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തു. അപ്പൊ ആ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ചോക്ലേറ്റ് അല്ലായിരുന്നു. അതിനകത്ത് മന്ത്രവാദമൊക്കെ ചെയ്ത് ഞങ്ങളെ തകർക്കാൻ, നശിപ്പിക്കാൻ ചെയ്തിരിക്കുന്ന ആ ഒരു വിഷയമായിരുന്നു. എൻ്റെ 21ാമത്തെ ദിവസം ഈ കുഞ്ഞിന്റെ വയറ് വീർക്കാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. എല്ലാം കടത്തിലായി, കടഭാരത്തിലായി. അന്നത്തെ കാലത്ത് ഏകദേശം ഒരു 10 ലക്ഷം രൂപ കടത്തിലായി. ഒരു 10-30 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ആകെ എല്ലാം തകർന്ന് നശിച്ച് മുൻപോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾ പിന്നെ മന്ത്രവാദികള്, കൈനോട്ടക്കാര്, കണിയാന്മാര്, ഇവരുടെ പുറകെ എല്ലാം കുറെ നാൾ ഇങ്ങനെ നടന്നു. അവസാനം ചുരുക്കി പറയട്ടെ, സായിബാബ മന്ദിരത്തിൽ വരെ ചെന്നെത്തി. എന്ന് പറഞ്ഞാൽ സത്യ ദൈവത്തെ അറിയാത്ത ക്രിസ്ത്യാനി, ക്രിസ്തു അകത്തില്ലാത്ത വ്യക്തിയെ ക്രിസ്ത്യാനി എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ വളരെ നിരാശയിൽ, ഭാരത്തിൽ, ഇനി എന്തിനാ ജീവിക്കുന്നേ, ഈ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം, ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞു എന്നുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ വേദപുസ്തകം വായിക്കാറില്ല. കാരണം വേദപുസ്തകം തലയണക്കിഴി വെക്കും, പേടി കിട്ടാതിരിക്കാൻ വേണ്ടി. ഈ 91 സങ്കീർത്തനം, 23 സങ്കീർത്തനം അതൊക്കെ വായിക്കുമെന്നല്ല, അതൊരു പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. നമ്മുടെ പ്രാർത്ഥന ബാബായിക്കും പുത്രനും പാലിച്ച് 5-6 കുരിശും ഒക്കെ വരച്ച് മുട്ടും കുത്തി, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പുറത്ത് ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല. ഞാൻ യേശു കർത്താവിന്റെ മകളാണെന്നോ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടെന്നോ, അതിനുവേണ്ടി ഞാൻ രക്ഷിക്കപ്പെടണമെന്നോ ഒന്നും എനിക്കറിയാത്തൊരു കാലഘട്ടം. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു രോഗിയായി അവസാനം ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്, ബോംബെയുള്ള വാടിയ ഹോസ്പിറ്റലിൽ നിന്ന് ലാസ്റ്റിൽ ഡിസ്ചാർജ് ചെയ്ത് മരിക്കാൻ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുക. ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ ആയുർവേദിക്, ഹോമിയോപ്പതി, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. മരിക്കാൻ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുന്ന ഒരു രാത്രി, ഒരു ദിവസം, എൻ്റെ ഒരു കൂട്ടുകാരത്തിയുണ്ട്, CPM വിശ്വാസിയാ, സില്ലാമ്മ എന്ന് പറയും. ആ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞു, വില്ലേപ്പാർലയിൽ മേനോൻ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്, അദ്ദേഹം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വില്ലേപ്പാർല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പ്രിയപ്പെട്ടവൾ എന്നെ പറഞ്ഞുവിടാനിടയായി. ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ നല്ല ആഭരണം എല്ലാം ധരിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ കയറി ചെന്ന് പൊട്ടും തൊട്ട് കണ്ണും എഴുതി. നമ്മൾ അന്നത്തെ ആ ചെറുപ്രായം 26-27 വയസ്സേ ഉള്ളൂ എനിക്ക്. ഞാൻ ആ ഫെയ്ത്ത് ഹോമിൽ കയറി ചെന്നപ്പോൾ അദ്ദേഹം എവിടെയോ പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ വെളിയിൽ പോകാനിരിക്കുന്നു. അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പൊ മരിക്കും എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഭീതി എൻ്റെ ഉള്ളിൽ കയറി. കാരണം ഞാൻ ഈ കുഞ്ഞിനെ മരിക്കാൻ ഇട്ടേച്ചാൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നേ. പാപം എന്ന ദേഹി മരിക്കും, വേദപുസ്തകത്തിലെ വചനമായി. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ എൻ്റെ കുഞ്ഞ് മരിച്ചു പോകുന്നുള്ള ഭയത്തിൽ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഓട്ടോറിക്ഷ എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം അവിടെ എല്ലാ ദൈവങ്ങളും തൂക്കിയിട്ടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ പരിമല തിരുമേനി, മാഹിയംപള്ളിയിലെ മാതാവ്, സായിബാബ, ഇതിനിടയ്ക്ക് യേശു കുഞ്ഞിന്റെ ഒരു കൊച്ചു ഫോട്ടോ, തിരിയൊക്കെ കത്തിച്ച് ഞാൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം തിരിച്ച് ഞങ്ങളുടെ ബോംബെയിലുള്ള വീട്ടിൽ ഞാൻ വന്നു കയറിയപ്പോൾ എൻ്റെ സമനില തെറ്റി ഞാൻ കയറി വരിക. കാരണം ലാസ്റ്റ് ഒരു ഹോപ്പായിരുന്നു, അതും പോയി. അപ്പൊ ഇന്ന് രാത്രിയിൽ ഈ കുഞ്ഞ് മരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. ഞാൻ കയറി വന്ന് ഈ ഫോട്ടോയിൽ ഭിത്തിയിലെല്ലാം ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ എന്നെ സഹായിക്കാൻ കഴിയാത്ത ഈ ദൈവങ്ങളൊന്നും ഇനി ഈ വീട്ടിൽ വേണ്ട. അത് എൻ്റെ ഹസ്ബൻഡ് അന്ന് ജോലിയില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഈ ഫോട്ടോ എല്ലാം ഭിത്തിയെന്നെല്ലാം വലിച്ചൂരി എൻ്റെ കൈ കൊണ്ടും ചുറ്റിക കൊണ്ടും ഒക്കെ അടിച്ച് തകർത്ത് ട്രാഷിനകത്ത് കെട്ടി. ട്രാഷ് വണ്ടി വന്നപ്പം ട്രാഷിനകത്ത് പറഞ്ഞു കെട്ടി. അപ്പൊ അതുവരെ ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവമാണെന്ന് തന്നെ ആരാധിച്ചുകൊണ്ടിരുന്നതാ. ഇതുങ്ങളെല്ലാം പറക്കി കെട്ടി ട്രാഷിനകത്ത് ഇട്ടേച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഏതെങ്കിലും ഒരു ദൈവം, സംസാരിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എന്നോട് സംസാരിച്ചാൽ എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ ആ ദൈവത്തെ സേവിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാത്രിയിൽ ആഹാരമൊന്നും കഴിച്ചില്ല. രാത്രിയിൽ അന്ന് കയറി കിടന്നു. ഞങ്ങളുടെ വീട്ടിൽ ആഹാരം ആരും കഴിച്ചിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് നിരാശയിൽ കിടക്കുക. അദ്ദേഹം മൂത്ത മകളെയും കൊണ്ട് അടുത്ത റൂമിനകത്ത് കിടക്കുന്നു. ഞാൻ കൊച്ചുമകളും
വേറെ ഒരു കുഞ്ഞുമായിട്ട് ഒരു ഞങ്ങളെ കുഞ്ഞിനെ നോക്കാൻ വന്ന വേറൊരു പെങ്കൊച്ചുമായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് റൂമിൽ കിടക്കുന്നു. ഞാൻ രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞേച്ചാ കിടന്നെ, ഏതെങ്കിലും സംസാരിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എന്നോട് സംസാരിക്കട്ടെ, അന്ന് ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവമക്കളെ, ഞാൻ ഇന്ന് കേട്ടൊരു ദൈവശബ്ദമാണ് ഞാൻ ഈ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനിടയായത്. ഞാൻ കേട്ട ശബ്ദം ഇങ്ങനെയാണ്. ഒരു രാത്രി 2:30 ആയപ്പോൾ ഞാൻ കേൾക്കുന്ന ശബ്ദം, ഒരു വലിയ പ്രകാശം ഞങ്ങളുടെ വീടിനകത്ത് വന്നിട്ട് ആ പ്രകാശം ഞങ്ങളുടെ വീടിന്റെ ക്ലോക്കയിൽ വന്ന് അടിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഐ ആം ദ ലോർഡ് ഓഫ് ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. രണ്ടാമത് ഞാൻ കേൾക്കുന്ന ശബ്ദം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. എവ്രി വൺ വിൽ forsake you, but I will never leave you and I will never forsake you. സകലരും നിന്നെ കൈവിടും, പക്ഷെ ഞാൻ നിന്നെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഈ ദൈവശബ്ദം കേട്ടു, ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ കറക്റ്റ് 2:30 ക്ലോക്കേൽ അടിക്കുന്നു. ഞാൻ 2:30 എന്ന് പറഞ്ഞതിന്റെ കാര്യം, കറക്റ്റ് 2:30 ബെല്ല് ക്ലോക്കേൽ അടിക്കുന്നു. ഞാൻ ഭയങ്കര ഡീപ്പ് സ്ലീപ്പിൽ കിടക്കുക. കാരണം കുഞ്ഞിനെ കൊണ്ട് പകൽ മുഴുവനും അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി മാനസികമായിട്ടും ഭാരപ്പെട്ട് ക്ഷീണിച്ച് കിടക്കുക. അന്ന് രാത്രി എൻ്റെ അകത്തെ ആത്മാവ് ജീവൻ പ്രാപിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കേട്ട ദൈവശബ്ദം കേട്ടുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഞാൻ ആരെയും കണ്ടില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ കേട്ട ശബ്ദം ദൈവശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പുറത്തെ റൂമിനകത്ത് ഓടിപ്പോയി. എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചെഴുന്നേപ്പിച്ച് ഞാൻ പറഞ്ഞു, ഞാനൊരു ദൈവശബ്ദം കേട്ടു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പോയി കിടന്ന് ഉറങ്ങ്, ദൈവം നമ്മളോടൊന്നും സംസാരിക്കത്തില്ല. ദൈവം നമ്മളോട് സംസാരിക്കത്തില്ല. യാക്കോബക്കാരോടും മർത്തോമക്കാരോടും ഒന്നും ദൈവം സംസാരിക്കത്തില്ലെന്നാ ചിന്തിച്ചാണ്. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ സംസാരിച്ച് പരിചയമുണ്ട്, പക്ഷെ നമ്മളോടൊന്നും ദൈവം സംസാരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ല, ഞാൻ ഈ കേട്ട ദൈവ ശബ്ദം തന്നെ, വേറെ ആരും ഈ റൂമിനകത്തില്ല, സാധാരണ ശബ്ദമല്ലത് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് കിടന്നു. അതിന് പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയത്തില്ല. തിരിച്ചു വന്നു. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, സംസാരിക്കുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ എൻ്റെ ദൈവമക്കളെ, ആരെങ്കിലും ആമേൻ ഭാരത്തിലോ പ്രയാസത്തിലോ പ്രതിസന്ധിയിലോ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ സേവിക്കുന്ന ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ആമേൻ, സ്തോത്രം. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. സർവശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ അറിയാം. നമ്മൾ ദീർഘശ്വാസം വിടുമ്പോൾ എന്തിനായി ദീർഘശ്വാസം വിട്ടതെന്ന് അറിയാവുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പെന്തക്കോസുകാർ ആരുമില്ല, ദൈവമക്കളെ ആരുമില്ല, എല്ലാവരും യാക്കോബക്കാരും മർത്തോമക്കാരും. പക്ഷെ ഞങ്ങൾ 93 തിരിച്ച് അമേരിക്കയിൽ ഞങ്ങളുടെ പേരൻസ് കൂടെ ഉണ്ട്. പേരൻസ് ഫയൽ ചെയ്ത് കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയൊക്കെ വരണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഹസ്ബൻഡും കുഞ്ഞുങ്ങളുമായിട്ട് അമേരിക്കയിൽ 93 ഞങ്ങൾ ഈ രാജ്യത്ത് കിടന്നു. ഫിലാഡൽഫിയയിലാണ് വന്നെ. അവിടെ വന്നപ്പോൾ എനിക്ക് ദൈവമക്കളുമായിട്ടുള്ള വലിയ പരിചയങ്ങളൊന്നുമില്ല. എന്നാൽ വേറൊരു രാജ്യത്തുനിന്ന് വന്നപ്പം നമുക്ക് ജോലിയില്ല, ഭാഷ അറിയത്തില്ല. ഞങ്ങളുടെ സഹോദരന്റെ കൂടെ ഞങ്ങൾ താമസിച്ചത്, എൻ്റെ ഹസ്ബൻഡിന്റെ സഹോദരന്റെ കൂടെ. അപ്പൊ ആ രാജ്യത്ത് കടന്നു വന്നപ്പോൾ ആരെയും പരിചയമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം എന്നെ വെളിപ്പാട് പുസ്തകം കാണിക്കാൻ തുടങ്ങി. വെളിപ്പാട് പുസ്തകം ഞാൻ ഒരിക്കലും 32 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടേ ഇല്ല. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്തെ കാര്യങ്ങൾ മുഴുവനും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സഭ എടുക്കപ്പെടുന്നത്, കാഹളം ധ്വനിക്കുന്ന കാര്യം, എതിർ ക്രിസ്തുവിന്റെ വാഴ്ച, ഇത് മുഴുവനും ഈ വെളിപ്പാട് പുസ്തകം ആകാശത്തിൽ എന്നെ എഴുതി കാണിച്ചു. തീക്കകത്ത് എന്നെ എഴുതി കാണിക്കും. എനിക്ക് ഒരു പിടിയുമില്ല എന്തോ എഴുതുന്നതെന്ന് കാണുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ ദർശനമൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തുള്ള ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ഭാരമൊക്കെ ഒഴുകി മാറിപ്പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഒരു 3-4 മാസത്തിൽ കൂടുതൽ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് 666 നമ്പർ മുദ്ര, ഈ എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയുടെ കാലത്ത് ഞാൻ അവിടെ പോയി എതിർ ക്രിസ്തുവിന്റെ മുൻപിൽ നിൽക്കുക, തല ഛേദിക്കുക ആൾക്കാരുടെ, ഇതെല്ലാം ഞാൻ ഇങ്ങനെ കണ്ടൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ. ഞാൻ എന്തുവെന്ന് എനിക്ക് അറിയത്തുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ച് ഒരു ചർച്ചിൽ എന്നെ കൊണ്ടുപോയി അവിടുത്തെ ഒരു മീറ്റിങ്ങിന്. അപ്പൊ ഞങ്ങളുടെ അന്ന് ചെറിയാൻ പിച്ചറിയാന്ന് ദൈവദാസന ഫിലാഡൽഫിയയിലെ ചർച്ചിലെ ശുശ്രൂഷകൻ, അദ്ദേഹം അന്ന് വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ആരും അറിയാതെ ഇളയ മകളെയും കൊണ്ട് ഒരു വേദപുസ്തകം എൻ്റെ കയ്യിലുള്ളത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞു കെട്ടി ഏറ്റവും പുറകിൽ, ഈ ചർച്ചിന്റെ പുറകിൽ പോയി ഇരിക്കുക ഞാൻ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അന്നത്തെ ആ പാട്ടുകളും പരിശുദ്ധാത്മാവിന്റെ ആരാധനയൊക്കെ ഞാൻ കേട്ട് ഞാൻ ഏറ്റവും പുറകിൽ പോയി. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ സഹോദരൻ പറഞ്ഞു, ഇവിടെ ഒരു കള്ളന്മാരുടെ ചർച്ചുണ്ട്, അമ്മാമ്മ അവിടെ ഒന്നും പോകരുത്, അതൊരു കൾട്ടാ എന്ന് പറഞ്ഞാൽ ആദ്യമേ അവർ നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്യും, എന്നിട്ട് ഈ കൾട്ടിനകത്ത് പിടിച്ചിടും, പിന്നെ
ഒരിക്കലും അതിനകത്ത് നിന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. സത്യമാ ദൈവമക്കളെ. നമ്മുടെ ഹൃദയത്തിനകത്തും തലമണ്ടയ്ക്കകത്തിരിക്കുന്ന എല്ലാം വാഷ് ഔട്ട് ചെയ്ത് പോകും. ഇതിനകത്ത് കയറിയവരാരെങ്കിലും തിരിച്ചു പോയിട്ടുണ്ടോ? ഇപ്പൊ കുറച്ചു പേരൊക്കെ തിരിച്ചു പോകുന്ന കേൾക്കുന്നുണ്ട്. ഈ സത്യം അറിഞ്ഞാൽ ആരെങ്കിലും തിരിച്ചു പോകുമോ? സ്തോത്രം. തിരിച്ചു പോകത്തില്ല. അപ്പൊ അവർ പറഞ്ഞ് ശരി, ഇതിനകത്ത് കയറിയാൽ പിന്നെ തിരിച്ചു പോകത്തില്ല. എനിവേ, ഞാൻ ആ ചർച്ചിൽ ചെന്ന് കയറി. ആ ദൈവദാസൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ വചനം. ഒരു 3-4 മാസം ആരും അറിയാതെ ഈ ചർച്ചിനകത്ത് പോയി ബൈബിൾ സ്റ്റഡി കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടത് മുഴുവനും വെളിപ്പാട് പുസ്തകത്തിനകത്ത് എനിക്ക് മനസ്സിലായി. ഞാൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി, വെളിപ്പാട് പുസ്തകം ആദ്യം വായിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായ ഒരു വിഷയം, എന്നോട് അന്ന് സുവിശേഷം എൻ്റെ വീട്ടിൽ വന്ന് പറയാൻ ആരുമില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലാണ്. അപ്പൊ ദൈവത്തിനൊരു വ്യക്തിയെ ഉദ്ധരിക്കാൻ ദൈവം പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു വഴിയിൽ 1000-10,000 വഴികൾ ദൈവത്തിനുണ്ട്. ഈ ദർശനം കാണിച്ച് അവിടെ കൊണ്ടാക്കി ഈ വെളിപ്പാട് പുസ്തകം ദൈവദാസൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ചെറിയാൻ പിച്ചറിയാണ് അദ്ദേഹത്തെ, അന്നത്തെ ചർച്ചിന്റെ പാസ്റ്റർ. അദ്ദേഹം വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ച് തീരുന്നവരെ ഞാൻ ഈ ചർച്ചിൽ പോയി. ആരോടും ഞാൻ ഈ വിഷയം ഷെയർ ചെയ്തില്ല. കാരണം നമ്മുടെ എല്ലാ ആത്മീയ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യരുത്. ഞാൻ അവിടെ പോയി. എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൈഡ് ചെയ്യാൻ പറ്റാത്ത രീതി വന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ചർച്ചിൽ പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എങ്ങോട്ട് വേണേലും പൊക്കോ, പക്ഷേ പെന്തിക്കോസിൽ പോകരുത്. തന്നെയല്ല, ഞാൻ കെട്ടിയിരിക്കുന്ന മിന്നും മാലയൊക്കെ ഉണ്ട്, അത് കളഞ്ഞേച്ച് നീ എങ്ങും പോകാൻ ഒരുങ്ങരുത്. ഞാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല. ചേട്ടൻ്റെ കാര്യം ചെയ്യാൻ എൻ്റെ കൂടെ ഒരു ദിവസം ഒന്ന് വരാൻ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ആ ചർച്ചിൽ ഒരു ദിവസം ഒന്ന് പോയി. അവിടുത്തെ ആരാധനയും ആ വചന ശുശ്രൂഷയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഇനി ആ ചർച്ചിലോട്ട്, ഞാൻ ഈ മർത്തോപ്പള്ളിയിലോട്ട് പോകുന്നില്ല, ഞാൻ ഈ ചർച്ചിലോട്ടാണ് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് 94 സ്നാനപ്പെടുവാൻ ദൈവമിടയാക്കി. ആരും സ്നാനത്തിന് ക്ലാസ് എടുക്കുന്ന മുമ്പേ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് സ്നാനത്തിന് ക്ലാസ് എടുത്തു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഈ സ്നാനം എല്ലാം വീട്ടിൽ ഇരുന്ന് പഠിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ ഇരുന്ന് പഠിച്ചിട്ട് ഞങ്ങളുടെ ദൈവദാസനോട് സ്നാനപ്പെടണം. പാസ്റ്റർ പറഞ്ഞു, ഇപ്പൊ സ്നാനപ്പെടണ്ട, നിങ്ങൾ വന്നതേ ഉള്ളു ഇങ്ങോട്ട്, ഇപ്പൊ സ്നാനം. ഞാൻ പറഞ്ഞില്ല, കർത്താവ് ഇന്ന് വന്നാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. 94 ജാനുവരി 1 ഞാനും ഹസ്ബൻഡും കൂടെ സ്നാനപ്പെടാനിടയായി. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, ജീവനറ്റ പാപി എന്നിൽ ജീവൻ പകർന്ന യേശുവേ, നിന്നിൽ ഏറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാൻ ആരെയും. അർത്ഥപ്രാണേ നായി കിടന്ന എന്നെ നീ രക്ഷ ചെയ്താൽ എന്നിലുള്ള നന്ദിയുള്ളം താങ്ങുവതെങ്ങനെ എൻ പ്രിയ. അർത്ഥപ്രാണനായി കിടന്ന എന്നെ എൻ്റെ കർത്താവ് രക്ഷിച്ചു, എന്നെ വിടിവിച്ചു പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിന്റെ ഭയത്തിൽ നിന്നും എല്ലാം കർത്താവ് രക്ഷിച്ചു. റോമാലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് വാചകം ആദ്യം എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. താങ്ക് യു അമ്മ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഈ പ്രമാണം ജീവന്റെ പ്രമാണമാ, ഇത് ആത്മാവിന്റെ പ്രമാണമാ. ഇതെനിക്ക് ക്രിസ്തുയേശുവിൽ എന്നെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. ഇതിനകത്തൊന്ന് സ്വാതന്ത്ര്യം വന്നു. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും എല്ലാം എന്നെ സ്വതന്ത്രയാക്കി. സ്തോത്രം. എൻ്റെ കർത്താവിന്റെ വചനം എന്നെ ഇതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവന്നു. ഈ ശാപത്ത് ഞങ്ങളുടെ യാക്കോബക്കാരെന്നിലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞല്ലോ കടുത്ത യാക്കോബക്കാരെന്ന് പറഞ്ഞാൽ മരിച്ചവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് ദേഹത്ത് കയറ്റി കാര്യങ്ങൾ സംസാരിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു എൻ്റെ വല്യപ്പന്മാര്. അത്ര അതപ്പതിച്ച ആത്മീയ ജീവിതം നയിച്ച ആൾക്കാരാ. അതിനകത്തുനിന്ന് തമ്പുരാൻ എന്നെ പുറത്തു കൊണ്ടുവന്നപ്പം എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഈ ദൈവത്തെ വിട്ടേച്ച് പാൻ പറ്റുമോ? ഈ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? കണ്ണു തുറന്ന ആരും സത്യം പറയാൻ പള്ളി നിൽക്കത്തില്ല. ന്യായപ്രമാണമാ അതിപ്പോഴും അവിടെ നിൽക്കുക. പൗരോഹിത്യ ശുശ്രൂഷ കാൽവറി ക്രൂശോടുകൂടെ തീർന്നു. നല്ല മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുക. ക്രൂശിൽ യാഗമായത് സകല പാപങ്ങളും സകല യാഗവും
ആമേൻ ക്രൂശിൽ യാഗമായി കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി, തകൃതിയാഗം, പാപയാഗം, സമാധാന സകല യാഗങ്ങളുടെയും പൊരുൾ ക്രിസ്തുവിൽ ആമേൻ ക്രൂശിൽ നിർവഹിക്കുക. പിന്നെന്തിനാ ഞാൻ മറുതൂക്കി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിൽക്കുന്നേ? ആമേൻ കാൽവറി ക്രൂശിലെ ആ ക്രൂശീകരണ സമയത്ത് ആമേൻ ആലയത്തിന്റെ തിരശീല മേൽത്തൊട്ടടിയോളം രണ്ടായിട്ട് കീറിയെന്ന് എഴുതിയിരിക്കുന്നേ. മറുതൂക്കി പ്രാർത്ഥിക്കണ്ട, നീ കേറി വാ. ആമേൻ കൃപാസനത്തോളം ഇനി കേറി വരാനാ പറഞ്ഞത്. പ്രാകാരത്തിൽ നീ ഇനി നിൽക്കണ്ട. ആമേൻ ആ കൃപാസനത്തിലോട്ട് കേറി വാ. ആമേൻ പൗരോഹിത്യ ശുശ്രൂഷ അവസാനിച്ചു കാൽവറി ക്രൂശോടുകൂടി. ഇതെല്ലാം വിട്ടിറങ്ങാനുള്ള ഒരു കാര്യമുണ്ട് ദൈവമക്കളെ. ആമേൻ സ്തോത്രം. ഒരു പുതിയ നിയമം കർത്താവ് കാൽവറി ക്രൂശിൽ സ്ഥാപിച്ചു. ആ പുതിയ നിയമം ആമേൻ സ്തോത്രം മത്തായി, മർക്കോസ്, ലൂക്കോസ് അല്ല. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ആമേൻ സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ കർത്താവ് യാഗമായ ഒരു പുതിയ നിയമം അവിടെ സ്ഥാപിക്കുക. ആ പുതിയ നിയമം സ്ഥാപിക്കുമ്പോഴാണ് ആമേൻ സ്തോത്രം സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, പാറകൾ പൊട്ടിപ്പിളർന്നു. അവനൊരു പുതിയ നിയമം കാൽവറിയിൽ കർത്താവ് സ്ഥാപിക്കുക. ഇതറിയാതെ ഈ ഭൂമിയിൽ ജീവിച്ചേച്ച് നമ്മൾ മരിച്ചാൽ എങ്ങോട്ടാ പോന്നേ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ ക്രിസ്തുവേശുവരല്ലാത്തവർക്ക് എന്താ ഉണ്ട്? ശിക്ഷാവിധിയുണ്ട്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. ഈ മകൾ 3 വയസ്സുള്ളപ്പോൾ മരിക്കാൻ മാറ്റിയിട്ട കുഞ്ഞാ. ഇന്ന് 36 വയസ്സ് കഴിഞ്ഞു, ഇതുവരെ മരിച്ചില്ല. ഡോക്ടർമാർ വിധി എഴുതി മരിച്ചു പോകുമെന്ന്. ആമേൻ സ്തോത്രം. 8ാമത്തെ വയസ്സിൽ സ്ട്രോക്ക് ഉണ്ടായി, കിഡ്നി രണ്ടും ഫെയിലായി. ഈ ചെയ്തു വെച്ച കൂടോത്രത്തിന്റെ ആമേൻ ശക്തിയുടെ ആ ശക്തി കൊണ്ടായി ഇതെല്ലാം സംഭവിച്ച്. 5 വർഷം ഡയാലിസിസ് ചെയ്തു. ഇതിൽ കൂടെ എല്ലാം കടന്നുപോയെങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്റെ കർത്താവ് എന്നെ കൈവിട്ടില്ല. ആമേൻ. നമ്മളൊരു പക്ഷേ മാനസികമായ പ്രതിസന്ധികളിലോ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വ്യാകുലമോ സാമ്പത്തിക തകർച്ചയോ ഒക്കെ നമ്മൾ കടന്നു പോകും. പക്ഷെ നമ്മൾ പ്രമാണത്തിനകത്താണോ നിൽക്കുന്നേ? തമ്പുരാൻ ഇതിനകത്ത് നിന്നൊക്കെ നമ്മളെ പുറത്ത് കൊണ്ടുവരും. ഞാൻ 6-7 വർഷം ഫൈബ്രോമയാലജി ആയിട്ടൊരു കിടപ്പിൽ ഞാൻ കിടന്ന വ്യക്തിയാണ്. അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് വരുമെന്ന് ഞാൻ പോലും ചിന്തിച്ചതല്ല. പക്ഷെ ചില ദൈവശബ്ദങ്ങളും ദൈവവചനങ്ങളും ഒക്കെ എനിക്ക് തന്നെ ബലപ്പെടുത്തി. ആമേൻ. കർത്താവ് എന്നെ അതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, ദൈവത്തെ സേവിക്കാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ ഈ ദൈവം ആരാണെന്ന് അനുഭവിച്ച് രുചിച്ചറിഞ്ഞാൽ ഈ ദൈവത്തെ വിട്ടേച്ച് നമ്മളെങ്ങും പോകത്തില്ല. ദൈവത്തെ വാസ്തവമായിട്ട് കണ്ടറിഞ്ഞ വ്യക്തി ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഇട്ടുകളഞ്ഞേച്ച് പോകത്തില്ല. ആമേൻ. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അവരെ വിളിച്ചേച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ രക്തം കുടിക്കണം, നിങ്ങൾ എന്റെ മാംസം തിന്നണം എന്നൊക്കെ പറഞ്ഞിപ്പോ ഒന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. ആമേൻ സ്തോത്രം. അപ്പൊ അവര് പറയുന്നുണ്ട്, ഇവൻ എന്തോ ഈ പറയുന്നേ? ശരീരം തിന്നണമെന്നും രക്തം കുടിക്കണമെന്നും മാംസം തിന്നണമെന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം 6 അപ്പൊ ഇവര് പറയുന്നുണ്ട്, ഇത് കഠിനവാക്കാ, ഇത് ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റത്തില്ല. അവരക്ഷരികമായിട്ട് അത് എടുത്തിട്ട് പറയുകയാണ്, ഈ രക്തം ഞങ്ങൾ കുടിക്കണം, മാംസം തിന്നണം. മനുഷ്യപുത്രന്റെ രക്തം കുടിക്കാതെയും മാംസം തിന്നാതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. ഇത് പറഞ്ഞിട്ട് ഇവർക്ക് പിടികിട്ടുന്നില്ല. അവസാനം അവരെല്ലാം അങ്ങ് പിരിഞ്ഞുപോയി. എന്നിട്ട് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? അപ്പൊ ശീമോൻ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ നിന്നെ വിട്ടു ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ആരുടെ അടുക്കൽ ഞങ്ങൾ പോകും? നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പോകുന്നവരൊക്കെ യേശു കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ച് നല്ലൊരു പങ്ക് ആൾക്കാരും അപ്പം തിന്നാനും രോഗസൗഖ്യത്തിനും വിടുതലിനും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനും മക്കളെ കെട്ടിക്കാനും ഗൾഫിൽ പാനും UK പാനും അമേരിക്ക പാനും ഒക്കെ ഒത്തിരി പേര് ഇറങ്ങി തിരിച്ച്. പക്ഷെ പ്രതിസന്ധി വരുമ്പോൾ അവിടെ നിൽക്കത്തില്ല. കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു ക്രൂശിന്റെ ചവിട്ടിൽ? ചുരുക്കം ചില സഹോദരിമാരും യോഹന്നാൻ അപ്പോസ്തലനും ബാക്കി എല്ലാവരും ഓടി. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങളൊന്നും പോകത്തില്ല. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ടു പരനേ, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ടു പരനേ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങ് പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുന്ന ചോദിക്കുന്നേ? നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്, ഞങ്ങൾ നിന്നെ വിട്ടേച്ച് പോകാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം.
നമ്മള് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാലം, ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം, പിന്നെ എപ്പോഴും സമയങ്ങൾ കിട്ടുമ്പോൾ അവൻ ശുശ്രൂഷിക്കാൻ പറയാൻ അവസരങ്ങൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ലാസ്റ്റ് ടൈം ഓഫ് ദി ഏജസ് എന്ന് പറഞ്ഞാൽ ഈ യുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുക. റാപ്ചർ ജനറേഷനിൽ നമ്മൾ വന്നെത്തിയിരിക്കുക. ലോകത്തിന്റെ സംഭവങ്ങള്, ചരിത്ര സംഭവങ്ങള്, യഹൂദന്റെ സ്തോത്രം, മടങ്ങി വരവ്, ഇതെല്ലാം നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ ഇനി നമ്മുടെ മുൻപിൽ അധികം സമയം ഇല്ല. ചില ദിവസങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ചൊരു വിഷയം, യെശയ്യാപ്രവചനം 20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, 26-20 എന്റെ ജനമേ, വന്ന് നിങ്ങളുടെ അറകളിൽ കടന്ന് വാതിലുകളെ അടച്ച് ക്രോധം കടന്നു പോകുമ്പോഴും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാൻ. ദൈവത്തിന്റെ ജനത്തെ വിളിക്കുക. എന്തിനാ? നിങ്ങളുടെ അറകളിൽ കടന്ന് വാതിലടച്ച് അല്പനേരത്തേക്ക് ഒളിച്ചെടുക്കുന്നു. അതായത് ദൈവത്തിന്റെ ഒരു ക്രോധ ദിവസം കടന്നു വരുന്നു. ട്രിബുലേഷൻ പീരീഡിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. യെശയ്യാപ്രവചനം ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വിഷയമായി. എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിക്കുകയും. 26-19 നിന്റെ മഞ്ഞ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഭൂമി മൃതന്മാരെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വയറ്റിൽ, നമ്മൾ ആ ഭാഷ പറയുമ്പോൾ ഭൂമിയുടെ വയറ്റിൽ ആര് കിടക്കുക? വിശുദ്ധന്മാര് കിടക്കുക. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ അവിടെ കിടപ്പുണ്ട്. സ്തോത്രം. ആ വിശുദ്ധന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ഭൂമി തങ്ങളിലുള്ള വിശുദ്ധന്മാരെ ഏൽപ്പിച്ചു കൊടുക്കും, സമുദ്രം തങ്ങളിലുള്ള ഏൽപ്പിച്ചു കൊടുക്കും. സ്തോത്രം. മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സുദിനം നമ്മുടെ മുൻപിലുണ്ട് ദൈവമക്കളെ. ആ പ്രത്യാശയില്ല നമ്മളെ നിർത്തുന്നേ. ഇന്നത്തെ കഷ്ടങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന പ്രത്യാശയില്ല നമ്മളെ നിർത്തുന്നേ. സ്തോത്രം. ഭൂമി വിശുദ്ധന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. കേട്ട് 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 നമ്മൾ ഹൃദയവും മനസ്സും തഴമ്പിച്ചു പോകരുതേ. അതിന്റെ സമയം ഏറ്റവും ആഗമനമായിരിക്കുക. ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടിട്ട് ആ ദിവസം കെണി പോലെ വന്ന് പവിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും. നോഹയുടെ കാലത്ത് എന്താ സംഭവിച്ചേ? തിന്നും കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കുടിച്ച് ആടിച്ചു പൊളിച്ച് ജീവിച്ചൊരു സമയം. പെട്ടകത്തിനകത്ത് കയറാൻ വിളിച്ചിട്ട് ആരെങ്കിലും വന്നോ? ഇല്ല. സ്തോത്രം. പെട്ടകത്തിന്റെ വാതിൽ സ്വർഗം അടച്ചെന്ന് എഴുതിയിരിക്കും. ദൈവം അടച്ചു. കൃപയുടെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല ദൈവമക്കളെ. റാപ്ചർ വെളിപ്പാട് ഞാൻ ദർശനം കണ്ടതാ. സ്തോത്രം. ഇത്ര ഭാഗ്യകരമായൊരു പ്രത്യാശ. പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ജീവനുള്ള പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ. ഈ പ്രത്യാശ നമ്മുടെ മുൻപിൽ കിടക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളതൊന്നും വലിയ വിഷയമല്ലെന്നേ. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഭൂമിയിലുള്ളതൊക്കെ ഞാൻ ചപ്പന്നും ചവറന്നും എണ്ണുവാന്ന് എഴുതി. കാര്യം എന്തുവാ? ഒരു വലിയ പ്രത്യാശ കിടക്കുമല്ലേ. റോമാലേഖനം 8-ാം അധ്യായം ഒന്ന് വായിച്ചു കഴിയുമ്പോൾ സ്തോത്രം, അതിന്റെ റോമാലേഖനം 8-ാം അധ്യായത്തില്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. നമ്മൾ ആക്ച്വലി ക്രിസ്തുവിൽ സ്വതന്ത്രരല്ലേ. പാപത്തിനോ ശാപത്തിനോ മരണത്തിനോ നമ്മുടെ മേൽ അധികാരമില്ലാത്ത രീതിയിലുള്ള ഒരു ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ആത്മാവിൽ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ഇതിന്റെ സ്വീറ്റ്നെസ് മനസ്സിലാവത്തുള്ളൂ. ജഡത്തിൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ജഡത്തിൽ യാത്ര ചെയ്യുന്നവരാ. പക്ഷെ ജഡത്തെ മാത്രം അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റത്തില്ലോ? ജീവിക്കാം. എന്നും ഭാരവും പ്രയാസവും ദുഃഖവും. എന്തിനങ്ങനെ ഭാരപ്പെട്ട് ജീവിക്കുന്നേ? ഈ പ്രത്യാശ ഓർത്താ പിന്നെ ഭാരമല്ലോ അങ്ങ് പോകുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിന്റെ സ്തോത്രം കിഡ്നി 5 വർഷം ഡയാലിസിസ് ചെയ്തു. നമ്മൾ ഈ പറഞ്ഞേ 10 മിനിറ്റ് 15 മിനിറ്റ് അരമണിക്കൂർ നേരം കൊണ്ട് ഈ സാക്ഷ്യം ഒന്ന് തീർന്നു. പക്ഷെ നമ്മൾ കടന്നു പോകുന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാരമേറിയ ദുർഘടമേറിയ വഴികളാണ്. സ്തോത്രം. 5 വർഷം കിഡ്നി ഡയാലിസിസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ആ കുഞ്ഞിന്റെ വിവാഹം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആഴ്ചയിൽ തന്നെ അവിടെ വിവാഹം നടക്കുന്നു. ഭയങ്കര ദൈവപ്രവൃത്തി ഞങ്ങൾ കണ്ടു, അനുഭവിച്ചു. ഡോക്ടർമാര് പറഞ്ഞു ഈ കുഞ്ഞിനൊരു ഒരു തലമുറ ഉണ്ടാവത്തില്ല, ഇവർക്ക്
കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ കുഞ്ഞല്ലേ. ദൈവമക്കളെ, ഡോക്ടർമാരുടെ വിധിക്ക് ഡോക്ടർമാർ എഴുതി വെച്ചിരിക്കുന്ന ആ വിധിയെ തെറ്റിച്ചുകൊണ്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവം 2 തലമുറകളെ ദൈവം ദാനമായി തന്നു. ആമേൻ, സ്തോത്രം. ഡോക്ടർമാർ നല്ലതാ, എനിക്കിഷ്ടമാണ് ഡോക്ടർമാരെ. എന്നാൽ അതിനപ്പുറത്ത് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവം. ആമേൻ. ദാവീദ് അതുകൊണ്ടാ പറഞ്ഞ, അതിശയവും ഭയങ്കരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ ഓർത്താൽ ദൈവത്തെ സ്തുതിക്കാൻ ഒത്തിരിയുണ്ട് ദൈവമക്കളെ. അതിശയവും ഭയങ്കരമായി നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുക. ഈ ഭൂമിയിൽ നമ്മളെ പറഞ്ഞു വിട്ടപ്പോൾ ആമേൻ നിത്യയുടെ വഴിയൂടെ നമ്മുടെ ഹൃദയത്തിനകത്ത്, നിത്യതയെ നമ്മുടെ ഹൃദയത്തിനകത്ത് വെച്ചാൽ തമ്പുരാൻ ഭൂമിയിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ആരാധനയുടെ കാര്യങ്ങളെല്ലാം അവൻ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാ ദൈവത്തെ അറിയാത്ത വ്യക്തി ഒരു കല്ലോ മരോ എന്തെങ്കിലും കണ്ടാൽ ആരാധിക്കണമെന്ന് ചിന്തിക്കുന്നതിന്റെ കാരണം ആരാധന ആ വ്യക്തിയുടെ അകത്ത് തന്നെ ഉണ്ട്. ആരെ ആരാധിക്കണമെന്ന് അറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ. ഈ റോമാലേഖന 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പം ഈ ഭൂമിയിൽ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി ശാപഗ്രസ്തമായി തീർന്നു. എന്നാൽ ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ മുള്ളും പറക്കാരെയും മുളച്ച ഈ ഭൂമിയിൽ ഈ ഭൂമി കാത്തിരിക്കുക. എന്തിനാ? ദാസ്യത്തിന്, ദൈവമക്കളുടെ തേജസ്സാകുന്ന ദൈവമക്കളുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ഭൂമി ഞരങ്ങിക്കൊണ്ടിരിക്കുക, സകല സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ പറയുന്ന ആത്മാവെന്ന ആദ്യദാനം പ്രാപിച്ച നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ഞരങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സീലിക്കുക. ആത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞു. എന്തോ ഒരു സൗഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നെ. കർത്താവ് പറഞ്ഞാൽ നിങ്ങളോട് പുതിയ നിയമം ചെയ്യാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ആക്കും. കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം ഞാൻ മാറ്റിയിട്ട് എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കും. ന്യായപ്രമാണത്തിന് സാധിക്കാതിരുന്നതിനെയാണ് യേശു കർത്താവ് ക്രൂശിൽ ആമേൻ സാധിച്ചത്. തന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് സാധിക്കും. ന്യായപ്രമാണത്തിന് ബലഹീനതയുള്ളതായിരുന്നു. ആ പ്രമാണം മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് ആമേൻ, സ്തോത്രം, നമ്മളെ നിത്യതയിലേക്കുള്ള വഴി ദൈവം തുറന്നു തന്നത്. കൃപാസനത്തോളം അടുത്തു വരാൻ ആമേൻ, സ്തോത്രം, ദൈവം വഴിയൊരുക്കിയത്. ഇപ്പൊ സൃഷ്ടി സകല ആമേൻ ദൈവമക്കളുടെ ഇനിയിപ്പോ ഭൂമിയിൽ നടക്കാൻ പോകുന്ന വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് നടക്കാൻ പോകുന്നൊരു വിഷയം കർത്താവിന്റെ മടങ്ങിവരവാ. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയാണ് ഈ നടക്കാൻ പോകുന്ന വിഷയം. കോവിഡ് വന്നപ്പോൾ ആരോടെങ്കിലും പറഞ്ഞിട്ടാന്നോ വന്നേ? അല്ല. എത്രയോ ലക്ഷങ്ങൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു നിമിഷ നേരം കൊണ്ട്. എത്രയോ പേർക്ക് നല്ലൊരു ശവമടക്ക് കിട്ടാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇനി ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നൊരു സംഭവം, എൻ്റെ കർത്താവ് പറഞ്ഞു, വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷെ ഇന്ന് രാത്രിയിലായിരിക്കാം, നമുക്കറിയത്തില്ല എപ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ, ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടിട്ട് ആ ദിവസം കെണി പോലെ വന്ന് ഭവിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞതിന്റെ കാര്യം അതാ. ഉപജീവന ചിന്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്ന വിഷയമാണ്. ഉപജീവന ചിന്ത, ആവൻ അതിഭക്ഷണം, ഉപജീവന ചിന്ത. ഇതിനാൽ മനുഷ്യരങ്ങ് ഭാരപ്പെടുക. ഞങ്ങളൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ഒരു 10-40 വർഷം കഴിക്കാൻ ആഹാരമില്ലാതെ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. ആമേൻ, സ്തോത്രം. 1-2 നേരം മാക്സിമം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഏത് കഴിക്കണം, എന്ത് കഴിക്കണം, അന്ന് എന്ത് കഴിക്കണം എന്ന് അറിയാതെ ഭാരപ്പെടും. ഇപ്പൊ ഏത് കഴിക്കണം അറിയാതെ ഭാരപ്പെടുക. ആ ഒരു കാലം ഇപ്പൊ മനുഷ്യർക്ക് എല്ലാം ഉണ്ടായിട്ടും പിന്നെയും ഭാരമാണ്. ഉപജീവന ചിന്ത. ഈ ഭാരപ്പെട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ചാണോ ചിന്തിച്ചോണ്ട് നടക്കുന്നത്? ആ ദിവസം കെണി പോലെ വന്ന് ഭവിപ്പാതിരിപ്പാൻ, ട്രാപ്പിനകത്ത് അകപ്പെടാതിരിക്കാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വാണിംഗ് തന്നിരിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നോട് പറഞ്ഞൊരു വിഷയം, പട്ടണം തോറും പോയി അവൻ ഓരോ സിറ്റിയിലും പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറെ നാളുകൾക്ക് മുമ്പേ പറഞ്ഞതാണ്. ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി ഹ്യൂസ്റ്റൺ പട്ടണത്തിലാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡോട് ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ വന്നത്. പോവുക, സിറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞങ്ങ് ചെയ്തേച്ച് പോവുക. അതിന്റെ ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നും ഈ ഭൂമിയിൽ നേടിയില്ലെങ്കിലും പ്രാണപ്രിയന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. പോയാൽ അടുത്ത ഒരു യുഗമെന്ന് പറയുന്ന ട്രിബുലേഷൻ പീരീഡാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ ചെന്നപ്പം ആ കടയിൽ ഒരു മിഷൻ വെച്ചേപ്പുണ്ട്. ഞാൻ അന്തിച്ചു പോയി. ചിപ്പുള്ള ആൾക്കാർ മാത്രം സാധനങ്ങൾ വാങ്ങിക്കാൻ അവിടെ കൊണ്ടുപോയി, അവർക്ക് മാത്രം ചിന്തിച്ചു നോക്കിയേ. വേദപുസ്തകം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച വചനമാണ്.
മനുഷ്യൻ വിൽക്കാനും വാങ്ങാനും ചെയ്യാത്ത ഒരു കാലം വരുമെന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുദ്രയില്ലാത്തവൻ വിൽക്കാനും വാങ്ങാനും കഴിയാത്തൊരു കൈമേലോ നെറ്റിമേലോ. ഇത് വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് ഇന്ന് നിവർത്തിയായിക്കൊണ്ടിരിക്കുക. 6000-ൽ പരം ആൾക്കാരെ ചിപ്പ് വെച്ചിരിക്കുന്ന കഴിഞ്ഞ ദിവസം ന്യൂസ് കേട്ട്. 6,000, മോർ ദാൻ 6,000 ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു. ഈ യുഗത്തിന്റെ അവസാന സമയം നമ്മൾ വന്നെത്തിയിരിക്കുക. കാഹളം ധ്വനിക്കാൻ ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ കാഹളവുമായിട്ട് ആമേൻ ദൂതന്മാർ ആകാശമണ്ഡലത്തിൽ നിൽക്കുകയാണ്. അവിടെ ഏത് സമയമാണ് കാഹളം ധ്വനിക്കുന്നത് നമുക്കറിയത്തില്ല. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുക. ആമേൻ. വീടും വയലും തോട്ടവും ഒന്നും തേടാനുള്ള സമയമല്ല ദൈവമക്കളെ ഈ സമയം. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ നല്ല ആയുസ്സിൽ കർത്താവ് വരും. ആമേൻ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവേ മടങ്ങി വരണമേ, താമസിക്കരുതേ. സഭ തന്നെത്താൻ ഒരുക്കി, കാന്ത തന്നെത്താൻ ഒരുക്കി ഒരു നിർമ്മല കന്യകയെ ചേർക്കാനാ കർത്താവ് മടങ്ങി വരുന്നേ. ഇന്ന് രാത്രി അത് സംഭവിച്ചെങ്കിൽ ഒന്നുകൂടെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുകയാണ്. രാത്രി കർത്താവ് തുനിച്ചാൽ, കാഹളം തുനിച്ചാൽ, ആമേൻ സ്തോത്രം, നമ്മൾ പോകുമോ? കൈവിടപ്പെട്ടു പോകുമോ? കൈവിടപ്പെട്ടാൽ അടുത്തൊരു ജനറേഷൻ ട്രിബുലേഷൻ, 7 വർഷത്തെ ട്രിബുലേഷൻ പീരീഡ്. ഞാനിതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം എന്നെ കാണിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്. എന്റെ കാര്യം 7 വർഷം ട്രിബുലേഷൻ പീരീഡാ. എതിർ ക്രിസ്തുവിന്റെ വാഴ്ച. അന്ന് നമ്മൾ ഈ പോകുന്ന സാഹചര്യം പോലുള്ള സാഹചര്യമല്ല. സഭ കർത്താവിന്റെ ആമേൻ പരിശുദ്ധാത്മാവ് സഭയെ കൊണ്ട് ഇവിടുന്ന് പോകുക. അടുത്തൊരു സുവിശേഷം എങ്ങനാ? ഈ സുവിശേഷം വന്നില്ല, ഞാൻ വിശ്വസിക്കുക. കൃപയുടെ സുവിശേഷം വന്നില്ല. ഇവിടെ കൃപായുഗം ക്ലോസ് ചെയ്തു. കർത്താവ പറഞ്ഞത്, ദൈവമായത് പറഞ്ഞതെങ്കിൽ ദൈവം നിവർത്തിച്ചിരിക്കും. ദൈവ സ്നേഹത്തിന്റെ ദൈവമാണെങ്കിൽ ന്യായവിധിയുടെ ദൈവം കൂടാ ദൈവം. ദൈവത്തിന് മുഖപക്ഷമില്ല. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ നാം ചെന്ന് നിൽക്കേണ്ട ഒരു സമയമുണ്ട്. ആമേൻ സ്തോത്രം. നിരാത്തിൽ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരെ, ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ. എന്റെ കുഞ്ഞുങ്ങളോടും ഞാൻ എല്ലാ ദിവസവും രാത്രി വിളിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, ഇന്ന് കാഹളം ധനിച്ചാൽ നിങ്ങൾ പോമോ? അങ്ങ് എത്തണേ. ആമേൻ. ഇവിടെ കിടന്ന് വട്ടം കറങ്ങല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ആ ദൈവം മക്കളെ. ഞാൻ പറഞ്ഞു കൊടുത്ത് എന്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകൃപയില്ല. നമ്മുടെ മക്കൾ ദൈവകൃപയിലായിരിക്കുക എന്നുള്ളതിന്റെ എന്നാൽ ലോകത്തിൽ പിന്നെ വേറൊന്നും നമുക്ക് വേണ്ട ദൈവമക്കളെ. സമ്പത്തും ധനവും പണവും ആമേൻ സ്തോത്രം ഒന്നും നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും കൊണ്ടുപോകത്തില്ല, ഒന്നും പോകത്തില്ല. ആമേൻ. ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മളും നമ്മുടെ തലമുറകളും അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് പോകാൻ ഒരുങ്ങിക്കോണേ. ഞാനിത് ശക്തമായിട്ട് ഇന്ന് വിളിച്ച് പറയുന്നതിന്റെ കാര്യം, ഞാനിപ്പോ ഈ മെസ്സേജ് തന്നെയാണ് പറയുന്നത്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങി. ആമേൻ. ഒരു കാലത്ത് ഞാൻ 32 വയസ്സ്, എനിക്കിപ്പോ 63 വയസ്സുണ്ട്. ഈ 32 വർഷവും ഞാൻ ഓർക്കുന്നു എന്റെ ജീവിതം പാഴായി പോയല്ലോ എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ പാഴും ശൂന്യമായി കിടന്നതിനെ ദൈവം റീക്രിയേറ്റ് ചെയ്ത് ആമേൻ സ്തോത്രം വെളിച്ചം പ്രകാശിപ്പിച്ച് ആമേൻ ജീവനുള്ളതൊക്കെ അവിടെ ഉണ്ടാക്കി നിർമ്മിച്ച് സൃഷ്ടിച്ചു വെച്ചതുപോലെ പാഴും ശൂന്യമായി കിടന്ന നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ദൈവം രൂപാന്തരപ്പെടുത്തി ദൈവത്തിന്റെ വചനം തന്ന് നമ്മളെ നിലനിർത്തി ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ സമർപ്പിക്കാമോ? ഒരു വാക്ക് ദൈവത്തിന് സമർപ്പിച്ച് ഏൽപ്പിക്കാമോ? കർത്താവെ, എന്റെ ജീവിതത്തിന്റെ കുറവുകളോ അവിശ്വസ്തകളോ പാപങ്ങളോ കൊടുക്കൽ വാങ്ങളോ ആരോടെങ്കിലും പകയോ പിണക്കോ വിദ്വേഷമോ ആമേൻ ജഡത്തിന്റെ പ്രവർത്തികളോ ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവർത്തികളോ ഒക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോവാൻ ഇടയാക്കരുതേ. നിരാത്തിൽ കാഹളം ധനിച്ചാൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നിരാത്തിൽ എന്നെ ഒരുക്കണേ നമുക്ക് സമർപ്പിക്കാമോ? ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിരാത്തിൽ എടിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. എന്റെ കർത്താവെ, സഹോദരങ്ങൾക്കായി സഹോദരിമാർക്കായി ദൈവദാസനും കുടുംബത്തിനുമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി തലമുറയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങൾ ഞങ്ങളെ ഒന്നിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കും, പ്രാർത്ഥിക്കും. ഞങ്ങളുടെ രാജമാമയ്ക്കായി സ്തോത്രം. തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന ഞങ്ങളും ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ മൺമയമായതിനെ വിട്ട് വിൺമയമായതിനും ഈ മർത്യമായതിനെ വിട്ട് അമർത്യമായതിലേക്ക് യാത്ര ചെയ്യുവാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ പിടിച്ചു കിട്ടുന്ന, ഞങ്ങളെ പുറകോട്ട് വലിക്കുന്ന യാതൊരു കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇവിടുന്ന് പറന്നുയരുവാൻ കഴിയാത്ത യാതൊരു കാര്യങ്ങളും കർത്താവെ ഞങ്ങളെ പുറകോട്ട് വലിക്കുവാൻ ഇടയാക്കരുതേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതൊന്നും ഞങ്ങളെ ഇവിടെ പിടിച്ചു കെട്ടുവാൻ ഇടയാക്കരുതേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഞങ്ങളെ ഒന്നിച്ചേൽപ്പിയതിന്റെ അവസരത്തിനായി സ്തോത്രം. ഒന്നിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇത് രാത്രി നമുക്ക് ദൈവം
അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവിനോടും ദാസിയോടും ദൈവമക്കളുടെ നന്ദിയും അതിനെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കും. ആമേൻ. സ്തോത്രം. Praise the Lord. Praise the Lord. Praise the Lord.